ഇന്ന് രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കലാണ്. പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് മീൻ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും റഫീഖയും പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഉദ്ദേശിച്ച മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം കുക്കറിൽ അരി ഇടുകയാണ് കേട്ടോ ചോറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ചോറ് ആദ്യം തന്നെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ആക്കിയെടുക്കാമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് അവിയൽ ഉണ്ടാക്കിയിട്ടെടുത്തു. പിന്നെ ഒരു ചെമ്മീൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടെടുക്കുന്നുണ്ട്. പിന്നെ ബീൻസ് ഉപ്പേരി. ഈ ഒരു ചെമ്മീൻ ഗ്രേവിയിലെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ചെമ്മീൻ ഗ്രേവിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങയും കൂടെ പറിക്കണം. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് കാന്താരിമുളകും കൂടെ പറിച്ചു കേട്ടോ. പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന റെസിപ്പി ഇന്നത് വേണം ഇത്ര വേണം എന്നൊന്നുമില്ല കേട്ടോ. ഒരു ഉപ്പേരിയും ഒരു ചമ്മന്തിയും വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. അതിൽ ആ പൊതിഞ്ഞ് വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു കറക്റ്റ് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുക. ഞാനൊരു 11:30 ആയപ്പോഴത്തേക്കും എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഗ്രേവി വെച്ച് കൊടുത്തു, അവിയൽ വെച്ച് കൊടുത്തു, ഉപ്പേരി വെച്ച് കൊടുത്തു, മീൻ പൊരിച്ചത് വെച്ച് കൊടുത്തു, മുട്ട ഓംലെറ്റ് വെച്ച് കൊടുത്തു, കണ്ണിമാങ്ങ വെച്ച് കൊടുത്തു, പിന്നെ ഉപ്പുമാങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഉപ്പുമാങ്ങല്ലേ ആ ചോറിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കൊന്ന് കടിക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കുറച്ച് മോരും വെള്ളം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ, വേഗം പോയിട്ട് ഉണ്ടാക്കിക്കോ.